ഗൈസ്, ഞാനുണ്ട്, ടോമുണ്ട്, അഭിജിത്തുണ്ട്. എല്ലാവരും തമ്മിൽ മാസമായിട്ട് കുറെ ഫുട്ബോൾ ചലഞ്ച് ഉണ്ട്. പക്ഷെ ഓരോ ചലഞ്ചിലും തോക്കുന്ന ആൾക്ക് നമ്മൾ പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിജിത്ത് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു. അഭിസാർ, നമ്മൾ പല ചലഞ്ചുകളാണ്. ഓരോ ചലഞ്ചിലും തോക്കുന്ന ആൾക്ക് നമ്മൾ അപ്പളപ്പോ പണിഷ്മെന്റും കൊടുക്കും. അപ്പോ ടോം ഇവിടെ ഉണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഈ ചാലഞ്ച് നമ്മൾ തൂക്കിയിരിക്കും. മാറി നിന്നു. അഭിജിത്ത്, നിനക്ക് എന്ത് എൻ്റെ പൊന്നെ മാതാവേ, എന്താ നിനക്ക് പറയാനുള്ളത്? വെരി ഗുഡ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഞാൻ ഗോട്ടായതിനാൽ തന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചാലഞ്ച് എന്താന്ന് പറഞ്ഞാൽ 5 പെനാൽറ്റി ആയിരിക്കും. ആരും കേട്ടില്ലെന്ന് നില്ലടാ. ആദ്യത്തെ നമ്മുടെ പരിപാടി ഗുഡ്. 5 റൈറ്റ് ഫുട്ട് പെനാൽറ്റി ആയിരിക്കും. അഭിത്ത് ബോൾ താഴെ കളഞ്ഞിട്ടുണ്ട് ആസ് യൂഷ്വൽ. നൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണ് ജയിക്കുന്നതെന്നാണ് ഇപ്പോഴേ തോന്നുന്നത്. ഞാനാണെങ്കിൽ ലൈക്ക്, ടോമാണ് ജയിക്കുന്നത് തോന്നുന്നെങ്കിൽ കമൻറ്റ്, അഭിത്താണെങ്കിൽ സബ്സ്ക്രൈബ്. എന്തായാലും പറയാനുണ്ടോ ലാസ്റ്റ് പറഞ്ഞാൽ? ഈ വീഡിയോയ്ക്ക് 670 ലൈക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തും ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആദ്യം പെനാൽറ്റി അടിക്കാന്ന് പറഞ്ഞ് ടോം പോയി നിന്ന്. ഫസ്റ്റ് സേവ് എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളി. ചോദിച്ചാൽ എന്നെ പറഞ്ഞു. സ്വയം ഗോട്ടെന്ന് വിളിക്കുന്ന ടോം വേറെന്തൊക്കെയായിട്ടിരിക്കുന്നു. 2000 years later. 1 eternity later. അങ്ങനെ ഒരു കിക്ക്. നല്ല ഡൈവിംഗ് ആയിരുന്നു. പക്ഷെ അഭിത്തിന് പുതിയ ഹെയർ കട്ട് ആരും കണ്ടില്ലല്ലോ. എന്നെ ഊളെന്ന് വിളിച്ചു. ഗോൾ. അഭിത്ത് സേവ് ചെയ്ത ഉറപ്പാണ് റീലിടും മച്ചന്മാരെ. റീലെന്ന് പറഞ്ഞാൽ തീപ്പൊരി റീലായിരിക്കും. എന്തോ വാട്ട് കോക്കണ്ടിട്ട് നീ കാണിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പെനാൽറ്റി. പോഗ്ബ ഫ്രം മീഷോ. പോൾ പോഗ്ബ. അടുത്ത ഗോട്ട്. വാട്ട്? WMNL ഇപ്പോഴേ കമന്റ് ഇട്ടോ വായിക്കോ. ഭാഗ്യ വെച്ചാൽ ഒരു കോളായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. പ്യുവർ ടാലന്റ് റൈറ്റ് ദേർ. അപ്പൊ ഇത് ഫോം ആയി ഗൈസ്. ഇനി അവൻ എന്റെ പെനാൽറ്റി എല്ലാം കാലുകൊണ്ടടിച്ച് പറഞ്ഞു. 2 പിന്നെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഗുഡ് ലക്ക് എപ്പോഴും കാണും. Bro thinks he is him. Nicolas. What the hell? ഞാൻ ആ പെനാൽറ്റി എങ്ങനെ അടിക്കെടുത്ത ഒരു പെനാൽറ്റി എന്ന് നിങ്ങളെ കാണിച്ചു തന്നതാ, അല്ലാതെ മിസ്സാക്കിയൊന്നുമല്ല. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ? നിക്കോളാസ് ജാക്സൺ ബീയിങ് നിക്കോളാസ് ജാക്സൺ. What? What the? No Panenka work ആകൂല. അബി സേവ് ചെയ്യാൻ പിടിച്ചു Panenka. Jackson. Ow! Oh, nutmeg. Bro's career's gone. What? ഞാൻ നിക്കാന്ന് പറഞ്ഞായിരുന്നു. Vamos. Ow! Vamos. Pro goalkeeper അവിടെ നിന്നാലും ബോൾ എൻ്റെ അടുത്ത് വരും. Wonderful save. What the? ആരെ ചന്ദ് തോറ്റ ടോപ്പ് ഒരു പെനാൽറ്റി മാത്രം ഗോളിച്ചു. അപ്പോൾ ഞാനും അഭിത്തും കൂടെ 2 ബോൾ കൊണ്ട് ടോമിന്റെ ബാക്ക് അടിച്ച് പൊട്ടിക്കാൻ പോവാ. മാറിക്കൊടുത്തു. ഫൗൾ പ്ലേ, ചീറ്റിംഗ്. നീ ബോൾ വന്നപ്പോ മാറിപ്പോയി. ബോൾ അങ്ങോട്ട് പറന്നു പോയി. ഞാൻ അവിടെ നിലത്തേക്കായിരുന്നു. ആദ്യത്തെ ചലഞ്ച് കഴിഞ്ഞു. ഇനി 2 ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി 3 പക്ഷേ
പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലെഫ്റ്റ് കൊണ്ട് പെനാൽറ്റി അടിക്കാൻ എങ്ങോട്ടേ പോയി താഴോട്ട് വന്നേ. എനിക്ക് ലെഫ്റ്റ് കൊണ്ട് പെനാൽറ്റി അടിക്കാൻ എനിക്ക് ലെഫ്റ്റ് കൊണ്ട് പെനാൽറ്റി അടിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് മാത്രം അടിക്കുക അറിയാം. എന്ത് ചെയ്യാ? അപ്പോൾ അതിൻ്റെ ഇപ്രാവശ്യത്തെ ചലഞ്ചിൽ തോക്കുന്ന ആളെ കൊണ്ട് നമ്മൾ ഒരു മുളക് തീറ്റി. മുളകില്ലെങ്കിൽ ഗോട്ട് അയ്യേ എന്തോ ഗോട്ടാന്നൊക്കെ പറഞ്ഞു ലെഫ്റ്റ് റൂട്ട് വേണം. ഇതിൽ മുളക് കഴിക്കേണ്ടി വരുമല്ലേ? അയ്യോ കാലം പോയി പെനാൽറ്റിയും പോയി. 3 മിസ്. അപ്പം മുളക് വായിക്കിട്ട് വെക്കാം. ടോം ഒരെണ്ണം പോലും ഗോൾ അടിച്ചില്ല. അതുകൊണ്ട് ഒരെണ്ണം ഗോൾ അടിച്ചാൽ പോലും എനിക്ക് മുളക് കഴിക്കണ്ട. പോയി അടിക്കണ്ട്. ഒന്നുമില്ല അവിടെ. അയ്യോ അവനെ അടുത്ത രണ്ടെണ്ണം സേവ് ചെയ്തില്ലെങ്കിൽ മുളക് കഴിക്കേണ്ടി വരും. അതുകൊണ്ടാ ഗോൾ. അപ്പൊ ടോമിന് മുളക് തിന്നാം. ഗോൾ. ഒരെണ്ണം മാത്രം താന്ന് വന്നാൽ മാത്രം സേവ് തന്നെ അല്ലേ? അപ്പൊ മുളക് തിന്നല്ലേ? അപ്പൊ തിന്നാളെല്ലാം നിന്ന് കീറും. അപ്പോ ഗൈസ് അതിൽ ഏറ്റവും ചെറിയ മുളക് ഞാൻ എടുത്തേക്കുന്നത്. നേരെ ചവച്ച് കഴിക്കണം. ചവച്ച് കഴിക്കണം. നമ്മള് ചലഞ്ചാ വെള്ളത്തിലിടുന്നുണ്ട്. ചവച്ചാദ്യം കഴി. നീ ഇല്ല വായിലിട്ട് കഴിക്കണം. ചലഞ്ചാ ചവച്ച് കഴിച്ച് ഇറക്കണം. വെള്ളം കുടിക്കണം. കൈമാറ്റ് ചവച്ചറക്കടാ. എങ്ങോട്ടേക്ക് പോകുന്ന അടിയിലുള്ള ഈ ക്യാമറ ഉണ്ടോ? പാവന്റെ ചാവും. ഇനി വായം വെള്ളം കുടിച്ചോ. കുഴമ്പ് അടുത്തറിഞ്ഞ് നോക്കുന്ന ആൾ നാരങ്ങ പിഴിഞ്ഞ് ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് പെങ്ങളുണ്ട്. ഇതും കെട്ടിയും തോന്നും. അയ്യൊന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അടുത്ത ഇറച്ചി തോക്കാതെ നോക്കുക അല്ലെ? സോ മച്ചന്മാരെ നമ്മുടെ അടുത്ത പരിപാടി 3 ലോങ് റേഞ്ച്. അത് തോക്കുന്ന ആള് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വായിൽ വെപ്പിക്കും. കൊള്ളാടാ. ഗുഡ്. അപ്പൊ നാരങ്ങയൊക്കെ റെഡി ആയിക്കോട്ടുണ്ട്. ടോം വീണ്ടും 3ാമത്തെ ചലഞ്ചും തോറ്റ് പണിഷ്മെന്റ് മേടിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. പ്രോ ലെവൽ സേവ് ആയിരുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ആ സേവിനെ കുറിച്ച് പറയണ്ടോ? പക്ഷേ ഓറ ഫാമിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കാണിച്ചു തരാം മിസ്സാക്കുന്ന എങ്ങനെയാണ്. അത് പ്രോ ലെവൽ ഗോൾ കീപ്പർ. എന്തെങ്ങോട്ട് കയറി വരുന്നത്? വായിക്കാത്തോട് കയറ്റി വെക്കുന്നു. എന്തിന് പോലെ കയറൂല. അപ്പൊ അവിടെ അങ്ങനെയാണ് ഗോൾ അടിക്കേണ്ടത്. ഇനി എനിക്ക് ഒരു ചാൻസ് ഗോളുണ്ട്. എന്ത് തീപ്പൊരി പോലെ അടിച്ചു. ടോം അഭിത്തിന് ഗോളി എന്ന് പറഞ്ഞു. കാരണം ഞാൻ മനഃപൂർവ്വം ഗോൾ ഇവനെ നാരങ്ങയൊക്കെ ഞാൻ വയ്യാതെ ഉള്ളൂ. ഇവൻ ഗോൾ അടിക്കും ഇപ്പം. റോബർട്ടോ കാർലോസ് ഗോൾ. നാരങ്ങ കഴിക്കണ്ട വേണ്ട. അതെന്തായിരുന്നു പോയത്? അല്ലേ ഞങ്ങൾ ഇങ്ങനെ പീച്ച് തരും. 3ാമത്തെ ചലഞ്ചിൽ തോറ്റതിനാൽ ടോമിനെ നമ്മൾ നാരങ്ങ പച്ചയ്ക്ക് പിടിപ്പിക്കും. ഇല്ല കുടി ഇനിയുണ്ട്. മുഴുവൻ തീർക്കണം. ഇല്ല അവൻ കുടിച്ച് തീർക്കണം. നല്ല വിജയല്ലേ? എന്തൊക്കെ പറയുന്നത്? ഗുഡ്. എന്ത് ഒയ്ക്ക് കുറച്ച് പഞ്ചസാര കിട്ടൂല വെച്ചു ഒഴിയണം. വീടുന്ന കാണണം ക്യാമറയില്. പെർഫെക്റ്റ്. നല്ല രുചിയുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത ലാസ്റ്റത്തെ പരിപാടി നമ്മൾ ഒരാളെ ഡ്രിബിൾ ചെയ്യുന്ന ഷോട്ട് അടിക്കുന്ന 3 എണ്ണം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ ചലഞ്ച്. അങ്ങനെ എന്താണ്
എന്തായാലും ഒരു ഗോൾ അവിടെ കണ്ടതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, എന്താണെന്നൊന്നും ചോദിക്കരുത്. ഇപ്പോൾ ഗുഡ് ഗോൾ അടിച്ച് ഓറ കിട്ടി, വീഴാൻ പോയിട്ട് ഓറ പോയി, എന്തായി വീണ്ടും പോയി. എല്ലാം ഇതൊക്കെ നമുക്ക് നിസ്സാരം. അപ്പോൾ ടോമിൻ്റെ ഡ്രിബ്ലിംഗ് ആയിരുന്നു. അവനവിടെ അഭിയത്തിനെ വട്ടം കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവൻ ആ ബോൾ കൊണ്ട് എന്താ കാണിക്കുന്നത് അവനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, അഭിയത്തിനും അറിയത്തില്ല. എന്നാൽ ഞാൻ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. By the way, good goal. 2,000 years later. Oopsie. കണ്ടോ, അതൊക്കെ ഞാൻ എങ്ങനെ സേവ് ചെയ്തു. പ്രോ ഗോൾ കീപ്പർ അല്ല, അത് വേറെ എന്ത് പറയാനാ. ഗോട്ട് ഫോർ എ റീസൺ. കുറേ ഞാൻ പറഞ്ഞ എല്ലാവരും കയറി വിളിക്കും. സത്യം പറഞ്ഞാൽ ടോമിനെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ചേരും. അവൻ്റെ രണ്ടാമത്തെ ചാൻസ് ആണ് അഭിയത്തിൻ്റെ, അതും പോയിട്ടുണ്ട്. അപ്പോൾ ടോമിന് 2 ഗോളും അഭിയത്തിന് 1 ഗോളും എനിക്കും 2 ഗോളാണ്. അപ്പോൾ അഭിജിത്ത് തോറ്റു. അങ്ങനെ ടോം ആ ചലഞ്ച് ജയിച്ചു, എൻ്റെ മിസ്റ്റേക്ക് കാണും. അതുകൊണ്ട് നമ്മൾ അഭിജിത്തിനെ ഈ ഒരു ഫുൾ പീസ് സവോള കഴിപ്പിക്കാൻ പോവാണ്. എങ്ങോട്ടാ ഓടുന്നത്? അവിടെ നിന്ന് 6 hours later. ഒരു 3-4 കൂടെ കിട്ടി, അതും കഴിക്കുമായിരിക്കുമല്ലോ ഒരു കുഴപ്പമില്ലാതെ. കൊള്ളാമല്ലോ. അപ്പോൾ നമ്മുടെ പണിഷ്മെൻറ്റ് വേസ്റ്റായി കേസ്. അവന് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുത്ത പോലെയായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്. ആഡിയോ സസ്ലൂസ് ടോം 3 ചലഞ്ച് വിട്ടു, അഭിയത്തൊരു ചലഞ്ച് വിട്ടു, ഞാൻ മാത്രം ജയിച്ചു. ബൈ ദ വേ ഗൈസ്, നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ടൈം ഗെയിം. നിങ്ങളൊന്ന് കണ്ടിട്ട് എങ്ങനെയാണെന്ന് കൂടെ പറയണേ. അധികം സസ്തല വിസ്ത. അപ്പോൾ 670 നോക്കാം, കിട്ടിയാൽ മതിയായിരുന്നു.